താൽക്കാലിക വിസി നിയമനത്തിൽ ചാൻസലറായ ഗവർണർക്കെതിരെ നിലപാട് കടുപ്പിച്ച് സർക്കാർ. സാങ്കേതിക ഡീറ്റെയിൽ സർവകലാശാല താൽക്കാലിക വിസിമാരെ തുടരാൻ അനുവദിച്ചുള്ള വിജ്ഞാപനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകി. സുപ്രീം കോടതി ഉത്തരവ് കാറ്റിൽ പറത്തിയാണ് വിജ്ഞാപനമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു. ഭരണഘടനയെ ചാൻസലർ വെല്ലുവിളിച്ചെന്ന് നിയമമന്ത്രി പി രാജീവും പറഞ്ഞു. പ്രതികരണങ്ങളിലേക്ക് ആദ്യം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് AGOയുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടിയിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി ഒരു കത്ത് ഗവർണർക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ്. സ്വന്തം രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നിർഭാഗ്യകരമാണ്. സുപ്രീം കോടതി വിധിയുടെ അന്തസത്ത ചാൻസലറും ഗവൺമെന്റും തമ്മിൽ ചർച്ചകൾ നടത്തി പരിഹാരം ഉണ്ടാക്കണമെന്നാണ്. രാജ്യത്തിന്റെ ഭരണഘടനയെ ചാൻസലർ വെല്ലുവിളിച്ചിരിക്കുന്നു. സുപ്രീം കോടതി വിധി രാജ്യത്തിന്റെ നിയമമാണ്. 141 നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ആ വിധിയെ ചാൻസലർ വെല്ലുവിളിച്ചിരിക്കുന്നു. സുപ്രീം കോടതി പറഞ്ഞു പുതിയ ആളെ നിയമിക്കാം ചാൻസലർക്ക്, പക്ഷേ ഇൻ അക്കോർഡൻസ് വിത്ത് ദിസ് ആക്ട്. അപ്പൊ അതിനനുസരിച്ച് നിയമിക്കാൻ പാടുള്ളൂ. ഞങ്ങൾ എന്തായാലും സുപ്രീം കോടതി വിധി അനുസരിച്ച് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളത് രേഖാമൂലം മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്, ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ എടുത്തിരിക്കുന്ന നിലപാട് സുപ്രീം കോടതി വിധിക്ക് വിരുദ്ധമാണ്. ഇനി ഏതെങ്കിലും തെറ്റായ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ബഹുമാനായ ചാൻസലർ ആ വിധി സ്വസ്ഥമായി വായിച്ചു നോക്കിയിട്ട് അതിന്റെ അന്തസത്തെ ഉൾക്കൊണ്ട് തയ്യാറാകണം. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് ചേർന്നു. ഉമേഷ്, എന്തായാലും വെടിനിർത്തൽ ഉണ്ടാകുന്നില്ല ചാൻസലർ സർക്കാർ പോരിൽ. സുപ്രീം കോടതി പറഞ്ഞത് വിസിക്ക് ഈ പറയുന്ന ചാൻസലർക്ക് വേണമെങ്കിൽ താൽക്കാലിക വിസി നിയമനവുമായി മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ അവരെ വീണ്ടും പുനർനിയമിക്കാം. പക്ഷെ അത് ഈ പറയുന്ന സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ, ഈ പറയുന്ന സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടുകൾ, ആക്ടുകൾ അനുസരിച്ചായിരിക്കണമെന്നാണ്. അതിൽ വേണ്ടത് മാത്രം ഓരോരുത്തർ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിയമനം നടത്തിയിരിക്കുന്നത്. എന്തായാലും നിയമ പോരാട്ടത്തിലേക്ക് അടക്കം കടക്കാൻ തന്നെയല്ലേ സർക്കാരിന്റെ തീരുമാനം? തീർച്ചയായും സർക്കാർ ഒരു പോരാട്ടത്തിന് തുനിയുകയാണ്. ഇനി ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള നിലപാടിലേക്ക് സർക്കാർ എത്തുകയാണ്. ഇപ്പോൾ ഇന്ന് രാവിലെയാണ് മുഖ്യമന്ത്രി രാജ്ഭവന് കത്തയച്ചത്. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, അതിനുവേണ്ടി നിയമമന്ത്രി പി രാജീവിനെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെയും ചുമതലപ്പെടുത്തുന്നു എന്ന് കാണിച്ചായിരുന്നു മുഖ്യമന്ത്രി കത്തയച്ചത്. അതുപ്രകാരം നാളെ ചർച്ച നിശ്ചയിച്ച സാഹചര്യത്തിന് തൊട്ട് മുൻപാണ് ഇന്ന് ഉച്ചയോടുകൂടി ഈ രണ്ട് സർവകലാശാലകളിലും, ഡിജിറ്റൽ സർവകലാശാലയിൽ സിസ തോമസിനെയും സാങ്കേതിക സർവകലാശാലയിൽ ശിവപ്രസാദിനെയും നിയമിച്ചുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഈ വിജ്ഞാപനം നിയമവിരുദ്ധമാണ് എന്നാണ് നിയമമന്ത്രി പി രാജുവിന്റെ അഭിപ്രായം. ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതി ഇക്കാര്യം അറിയിക്കും. നിലവിൽ കേസ് തീർന്നിട്ടില്ല. ആ സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ ഇക്കാര്യം അറിയിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇനിയൊരു ചർച്ച നയപരമായി നടത്താൻ സാധ്യതയില്ല എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് സർക്കാരും നിൽക്കുന്നത്. എന്തായാലും ഈ കത്തിൽ രാജ്ഭവൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും രാജ്ഭവനും വിട്ടുവീഴ്ചയ്ക്കില്ല. രാജ്ഭവൻ നേരത്തെ തന്നെ ഈ രണ്ട് വിസിമാരുടെ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയ സാഹചര്യത്തിൽ പുനർനിയമനം നടത്തിയാൽ, സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടായാൽ പുനർനിയമനം നടത്തുമെന്ന് ഉറപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വിധിയുടെ പകർപ്പ് ലഭിച്ച തൊട്ട് പിന്നാലെ തന്നെ പുനർനിയമനം നടത്തി വിജ്ഞാപനം ഇറക്കിയത്. വിജ്ഞാപനം ഇറങ്ങിയ മിനിറ്റുകൾക്കകം തന്നെ രണ്ട് സർവകലാശാലയിലും ഈ വിസിമാർ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. എന്തായാലും വിസിമാരുടെ ചുമതല ഏറ്റെടുത്ത് അവർ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ഒരു ഭാഗത്ത് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും സർക്കാർ ഇനി എന്ത് നിലപാട് സ്വീകരിക്കും? ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അറിയിച്ച സാഹചര്യത്തിൽ രാജ്ഭവൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സർക്കാരിനെ അറിയിച്ചാൽ അത് നിഷേധിക്കുമോ, കോടതി നടപടികളിലേക്ക് പോകുമോ എന്നുള്ളവയാണ് ഇനി അറിയേണ്ടത്.